CPM കോട്ടയം ജില്ലാ കമ്മിറ്റിയിലും പിണറായി വിജയനും സംസ്ഥാന നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശനം. പിണറായിയുടെ പല സമീപനങ്ങളും ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി. കേരള കോൺഗ്രസ് വോട്ടുകൾ LDFന് ലഭിച്ചില്ല. പുതുപ്പള്ളിയിലടക്കം പലയിടങ്ങളിലും സ്ഥാനാർത്ഥി നിർണയവും പാളി. ശബരിമല വിവാദങ്ങൾ ഏറ്റുമാനൂരിൽ പ്രതിഫലിച്ചുവെന്നും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ജോസി ബാബു വിശദാംശങ്ങളും. ജോസി, നേതൃത്വത്തിന് പിഴച്ചു എന്നത് എല്ലാ കമ്മിറ്റികളിലും ഉയരുന്ന പൊതുവിമർശനമാണ്. അതിനപ്പുറത്തേക്ക് കോട്ടയത്തേക്ക് എത്തുമ്പോൾ സവിശേഷമായി എന്ത് വിമർശനമുണ്ട് എന്നതാണല്ലോ ചോദ്യം. അവിടെ കേരള കോൺഗ്രസ് വോട്ടുകൾ എന്തുകൊണ്ട് LDFന് ലഭിച്ചില്ല എന്നതിന് അംഗങ്ങൾ കൃത്യമായി കാരണം വിമർശനവും ആ ആംഗിളിൽ നിരത്തുന്നുണ്ടോ എന്നത് ഒരു കാര്യം. അപ്പം സ്ഥാനാർത്ഥി നിർണയങ്ങൾ പാളിയതിൽ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത് അംഗങ്ങൾ? സൈഫുദ്ദീൻ, കഴിഞ്ഞ 2 ദിവസമായി CPM ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റി യോഗവും പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് മറ്റിടങ്ങളിൽ ഉണ്ടായ പോലെ അതിരൂക്ഷമായ വിമർശനമാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനുമെതിരെ ജില്ലാ കമ്മിറ്റിയിലും ഉയർന്നത്. കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ സവിശേഷമായി എടുത്തു പറയേണ്ടത് കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനമാണ്. കേരള കോൺഗ്രസിന്റെ വോട്ടുകൾ LDFന് ലഭിച്ചില്ല. അത് കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിന്റെ വാർഡിൽ പോലും LDF സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്ത് പോയി എന്നുള്ള വിമർശനവും ഇന്നലെ ചേർന്ന കമ്മിറ്റിയിൽ ഉയർന്നു. പ്രത്യേകിച്ച് പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന അകലക്കുന്നം, അയർക്കുന്നം പഞ്ചായത്തുകളിലൊക്കെയും അവരുടെ വോട്ടിന്റെ സ്വാധീനം കാണാൻ കഴിഞ്ഞില്ല. അവിടുത്തെ വോട്ട് പാറ്റേൺ ശ്രദ്ധിക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസിന് കൃത്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം. അതോടൊപ്പം തന്നെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന അതിരമ്പുഴ അടക്കമുള്ള പഞ്ചായത്തുകളിലും കേരള കോൺഗ്രസ് വോട്ടുകൾ ലഭിച്ചില്ല. അവിടെയൊക്കെ ആദ്യ റൗണ്ടിൽ തന്നെ LDF സ്ഥാനാർത്ഥി VN വാസവൻ പുറകിലേക്ക് പോകാൻ കാരണം കേരള കോൺഗ്രസുകളുടെ വോട്ടുകൾ കിട്ടിയില്ല എന്നുള്ള കാര്യമാണ് പ്രധാനമായും വിമർശനമായി ഉയർന്നു വന്നത്. നേരത്തെ കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നേരെ മറിച്ചുള്ള ആരോപണമായിരുന്നു ഉയർന്നു വന്നിരുന്നത്. പ്രധാനമായും CPM വോട്ടുകൾ കേരള കോൺഗ്രസിന് ലഭിച്ചില്ല എന്നുള്ളതായിരുന്നു. എന്തായാലും മറ്റ് ചില പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഉയർന്നു വന്നത് സ്ഥാനാർത്ഥി നിർണയം പാളിയ. കൃത്യമായ സ്ഥാനാർത്ഥി ആയിരുന്നില്ല പലയിടത്തും ഉണ്ടായിരുന്നത്. പുതുപ്പള്ളിയിലടക്കമുള്ള സ്ഥാനാർത്ഥികൾ അത്ര എല്ലാ വിഭാഗം ആളുകൾക്കും സ്വീകാര്യനായുള്ള ആളല്ലായിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാർ മത്സരിച്ച കോട്ടയത്ത് അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷമായി സ്വയം സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയെന്നുള്ള ഗൗരവതരത്തിലുള്ള വിമർശനവും ഉയർന്നു. ഏറ്റുമാനൂരിൽ VN വാസവൻ ജയിക്കുമെന്ന അമിത ആത്മവിശ്വാസം തിരിച്ചടിയായി. ഒപ്പം ശബരിമലയിലെ വിവാദ വിഷയങ്ങളും ഏറ്റുമാനൂരിൽ പ്രതിഫലിച്ചു. എന്തായാലും ചില നേതാക്കൾ ബാർമുൽ ദലാളിമാർക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ള ഗൗരവ തരത്തിലുള്ള വിമർശനവും ഇന്നലെ ചേർന്ന ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്നിരുന്നു. എന്തായാലും ഇന്ന് CPIയുടെ ജില്ലാ കൗൺസിലും കോട്ടയത്ത് ചേരുന്നുണ്ട്. ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് CPIയുടെ ജില്ലാ കൗൺസിൽ യോഗം ചേരുന്നത്. ഇന്നലെ ചേർന്ന CPI ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഗൗരവ തരത്തിലുള്ള വിമർശനങ്ങൾ CPI നേതൃത്വത്തിനെതിരെ ഉയർന്നിരുന്നു. സേഫ്ലി.